ജീവിതത്തിൽ താൻ കടന്നുപോയ കൈപ്പേറിയതും സങ്കടപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തി കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി വീഡിയോ പങ്കുവച്ചിരുന്നു. ബാല്യകാലം മുതൽ നേരിട്ട അവഗണന, ഒറ്റപ്പെടൽ, അച്ഛൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങൾ, അതിനുശേഷം നടന്ന സംഭവങ്ങൾ, ഇതേക്കുറിച്ചുമെല്ലാം കിച്ചു വീഡിയോയിൽ തുറന്നു പറയുന്നുണ്ട്. രേണു സുധി തന്നോട് സംസാരിക്കാറില്ലെന്നും അവരുടെ വീട്ടിൽ താൻ ഒറ്റയായിരുന്നുവെന്നുമൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മരണശേഷം നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കിച്ചുവിൻ്റെ വീഡിയോ. ഇതിനെ തുടർന്ന് രൂക്ഷമായ സൈബർ ആക്രമണമാണ് രേണുവിനെതിരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം യൂട്യൂബർ ഷഫീന ബീവി ഈ വിവാദങ്ങൾക്കിടെ കിച്ചുവിനെ നേരിൽ പോയി കണ്ട ശേഷം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. കിച്ചു ഓർത്തെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവനിത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു. എന്നിട്ടവനെ വിളിയോ വിളി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളൊക്കെ കിച്ചുവിനെ തെറ്റിദ്ധരിച്ചു, അവനിതിലില്ല. നാട്ടുകാരെ കാണിക്കാൻ കിച്ചുവിനെ വെച്ച് മുതലെടുത്തുവെന്നാണ് ഷഫീന ബീബി അഭിപ്രായപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ലെന്നും തനിക്കും കുടുംബത്തിനും നേരെ വലിയ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്നും വ്യക്തമാക്കി രേണു സുധിയും രംഗത്തെത്തി. കേൾക്കാവുന്നതിന്റെ അപ്പുറം കേട്ടെന്നും താനിപ്പോൾ ജീവിതം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്നും രേണു സുധി നിറകണ്ണുകളോടെ പറഞ്ഞു. രേണു സുധിക്കും കുടുംബത്തിനുമെതിരെയുള്ള കിച്ചുവിന്റെ വെളിപ്പെടുത്തലിൽ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും സുധിയുടെ പേരിൽ വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസും പ്രതികരിച്ചെത്തി. സുധിക്കായി നിർമ്മിച്ചു കൊടുത്ത വീടിന് ചോർച്ചയാണെന്നും വീട് നിർമ്മിച്ചു തന്നവർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുമില്ലെന്ന ആരോപണവുമായി രേണു സുധി രംഗത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ഫിറോസും രേണുവിന്റെ വീട്ടുകാരും തമ്മിൽ വലിയ തർക്കം ഉടലെടുക്കുകയും അത് പിന്നീട് നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് തുറന്നു പറയാനുണ്ടെന്നും ഇനി പറയാനുള്ളത് അതിഭീകരമെന്നുമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള രേണുവിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഫിറോസ് പറയുന്നത്. ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും ഇന്നറിയില്ല. ചീത്തപ്പേര് കിട്ടി, മനസമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറെ പേർ കളിയാക്കി, കുറെ പേർ തെറി വിളിച്ചു, 1-2 തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷനിൽ കയറി, ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി, കുടുംബജീവിതത്തിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, പറയാനുള്ളതാണ് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഫിറോസിന്റെ ഈ പോസ്റ്റിന് മറുപടിയായി രേണു സുധിയും രംഗത്തെത്തി. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ കരുതിയത്. താൻ വീണ്ടും തുടങ്ങും. പിള്ളേർക്ക് വീട് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ തന്നോട്? അതൊക്കെ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ കാര്യങ്ങൾ. ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാം. തന്നോട് മാത്രമുള്ള മുന്നറിയിപ്പാണിതെന്നാണ് രേണു പറഞ്ഞത്.